إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ച് മുത്തക്കുകളായി മുഖ്ലിസുകളായി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ ഒരു അൻസ്വാരി സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ജാ റജുലുൻ മിനൽ അൻസ്വാർ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഹ്സൂൻ. അങ്ങേയറ്റം ദുഃഖിതനായിക്കൊണ്ടാണ് അദ്ദേഹം തിരുനബിയുടെ അടുക്കലേക്ക് എത്തുന്നത്. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിഷാദം കണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഫുലാൻ മാലി അറാക മഹ്സൂന, നിനക്കെന്താണ് സംഭവിച്ചത്? നിൻ്റെ മുഖത്ത് ദുഃഖം പ്രകടമാണല്ലോ. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഷൈഉൻ ഫക്കർതു ഫീഹ്, ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി, അതാണ് എന്നെ ദുഃഖിതനാക്കുന്നത്. ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, മാ ഹുവ, നിന്നെ ദുഃഖിപ്പിക്കാൻ മാത്രം എന്താണ് നീ ചിന്തിച്ചത്? അദ്ദേഹം പറയുകയാണ്, നഹ്നു നഗ്ദു അലൈക വനറൂഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ രാവിലെയും വൈകുന്നേരവുമൊക്കെ അങ്ങയുടെ അടുക്കിലേക്ക് വരും. നംദുറു ഇലാ വജ്ഹിക വനുജാലിസുക്, താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കും, താങ്കളോടൊപ്പം ഞങ്ങൾ സഹവസിക്കും. താങ്കളോടൊപ്പം ഉണ്ടാവുക എന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ വഗദൻ, ഇനി നാളെ പാരത്രിക ലോകത്ത് തുർഫഉ മഅൻ നബിയീൻ ഫലാ നസിലു ഇലൈക്, താങ്കൾ പ്രവാചകന്മാരുടെ ദറജയിലേക്ക് ഉയർത്തപ്പെട്ട് പരലോകത്ത് ഒരു പദവിയിലാകുമ്പോൾ ഞങ്ങൾക്ക് അതിന് സാധിക്കുകയില്ലല്ലോ, ഞങ്ങൾ ആ പദവിയിലേക്ക് എത്തുകയില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഫലം യറുദ്ദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഷൈഅൻ, എന്തു മറുപടി പറയണമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നില്ല. ഫഅതാഹു ജിബ്രീലു ബിഹാദിഹിൽ ആയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ ആയത്തുമായി അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്ത്, ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുകയാണ്. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ച് അവൻ്റെ പ്രവാചകനനുസരിച്ച് ജീവിച്ചാൽ
ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരോടൊപ്പം അവരുണ്ടാകും. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരുടെ, സത്യസന്ധന്മാരുടെ, രക്തസാക്ഷികളുടെ, സജ്ജനങ്ങളുടെ കൂടെ അവരുമുണ്ടാകും. വഹസുന ഉലൈക റഫീഖ, ആ കൂട്ടുകെട്ട് എത്ര നല്ല കൂട്ടുകെട്ടാണ്, ആ ചങ്ങാത്തം എത്ര നല്ല ചങ്ങാത്തമാണ് എന്ന് ആയത്തിറങ്ങുകയും ഫബഅസൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബശറഹു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ച് ആ വ്യക്തിക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. അള്ളാഹുവിനനുസരിച്ച് പ്രവാചകനനുസരിച്ച് ജീവിച്ചാൽ പാരത്രിക ലോകത്തും പ്രവാചകൻ്റെ കൂടെ എത്താം എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, സ്വഹാബത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവമെങ്കിൽ വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ നാം ഏറെ ഇഷ്ടപ്പെടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എനിക്ക് ശേഷം വരുന്ന ചില ആളുകളായിരിക്കും. സഹോദരങ്ങളെ, ആ സ്വഹാബികൾ പ്രവാചകൻ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിച്ചുവെങ്കിൽ നമുക്കും പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകാൻ പറ്റും. റസൂലുള്ള പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽ എനിക്ക് ശേഷം വരുന്ന ചില ആളുകളുണ്ട്. മിൻ അഷദ്ദി ഉമ്മത്തി ലി ഹുബ്ബ, എൻ്റെ ഉമ്മത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ നാസുൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം വരുന്ന ചില ആളുകളാണ്. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, അവർക്ക് സമ്പത്ത് കിട്ടണം എന്നതിലേറെ, തൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകണം എന്നതിലേറെ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും അവർ. പ്രവാചകനെ കാണാൻ ആഗ്രഹിച്ച് പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകാൻ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നോട് ഏറെ സ്നേഹമുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ? നമുക്ക് നമ്മുടെ ഹബീബിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും അവരിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഖുർആൻ തന്നെ നമ്മെ അറിയിച്ച കാര്യം എന്താണ്? ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ തുടക്കത്തിൽ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു പ്രവാചകനായിരിക്കും, ഔലാ ബിൽ മുഅ്മിനീൻ വിശ്വാസികൾക്ക് ഏറ്റവും അടുപ്പമുള്ളവർ, മിൻ അൻഫുസിഹിം സ്വന്തത്തെക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പ്രിയം വെക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാകുന്നത് എന്ന് വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകരെ താങ്കളോടാണ് എന്ന് പറഞ്ഞതും നിന്റെ ഈമാൻ പൂർണ്ണമല്ലെന്ന് തിരുദൂതർ തിരുത്തിയതും, എങ്കിൽ ഇന്നു മുതൽ താങ്കളാണ് എൻ്റെ കാര്യത്തെക്കാളും എനിക്കിഷ്ടമുള്ളവൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞതും, അൽ ആന യാ ഉമർ, ഉമറെ ഇപ്പോഴാണ് നിൻ്റെ ഈമാനായത്, ഇപ്പോഴാണ് നീ ഒരു വിശ്വാസിയായത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ ധാരാളം തവണ നാം കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തിനുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകാൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരൊറ്റ വാചകം മാത്രം മതി. അലി റളിയല്ലാഹു അൻഹുവിനോട് ചിലർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം എങ്ങനെയായിരുന്നു എന്ന്. അദ്ദേഹം പറയുകയാണ്, കാന വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ, ഞങ്ങളിൽ ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ റസൂലിനോടുണ്ടായിരുന്ന സ്നേഹം മിൻ അംവാലിന, ഞങ്ങളുടെ സമ്പത്തിനോടുള്ള സ്നേഹത്തെക്കാളുമായിരുന്നു, വ ഔലാദിന, ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെക്കാളും ഞങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കാളുമായിരുന്നു, വ ആബായിന വ ഉമ്മഹാത്തിന, ഞങ്ങളുടെ ഉമ്മമാരെക്കാളും ഞങ്ങളുടെ ഉപ്പമാരെക്കാളും ഞങ്ങൾ സ്നേഹിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയായിരുന്നു. വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ, ദാഹിച്ച് വലഞ്ഞൊരു മനുഷ്യന് വെള്ളം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടത്തെക്കാളും
ഞങ്ങൾക്കിഷ്ടം അള്ളാഹുവിൻ്റെ പ്രവാചകനോടായിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കും. ഒരാൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിച്ചു, വമാദാ അഅദത്ത ലഹ, എന്ന് സംഭവിച്ചാലും അതിനുവേണ്ടി നീ എന്താ ഒരുങ്ങിയിട്ടുള്ളത്? അന്ത്യദിനത്തിനു വേണ്ടി നിന്റെ കയ്യിൽ എന്താണ് ഒരുക്കമുള്ളത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ ഷൈഅ, ഒന്നുമില്ല പ്രവാചകരെ, ഇല്ല അന്നി വഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ ഒന്നുണ്ട്, അള്ളാഹുവിനെ എനിക്കിഷ്ടമാണ്, പ്രവാചകൻ എനിക്കിഷ്ടമാണ്, അതെൻ്റെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പ്രതികരിച്ചു, അൻത മഅമൻ അഹ്ബബ്ത, അൻത മഅമൻ അഹ്ബബ്ത, എങ്കിൽ നീ ഇഷ്ടമുള്ള അവരോടൊപ്പം നീയും ഉണ്ടാകും. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകാൻ, പ്രവാചകനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅമൻ അഹ്ബബ്ത, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു വാചകമായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ടാകും എന്ന വാചകം. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഉമറിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരൊന്നും ചെയ്ത അത്ര കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും എനിക്കവരോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് മുസ്ലിമായി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റേ കാര്യം, അടുത്ത കാര്യം റസൂലുള്ളാഹിൻ്റെ ഈ വാചകമാണ്, നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ടാകും എന്ന വാചകമെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ റുക്നുകൾ, നിസ്കാരം പോലുള്ള നിർബന്ധ ഘടകങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ നമുക്കൊരിടം നാളെ സ്വർഗത്തിൽ ലഭിക്കും. അംർ ഇബ്നു മുറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്നും താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. വസ്വല്ലൈതുൽ ഖംസ്, ഞാൻ 5 നേരവും നമസ്കരിക്കാറുണ്ട്. വ അദ്ദൈതു സകാത മാലി, എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ സക്കാത്ത് കൊടുക്കാറുണ്ട്. വസുംതു ഷഹ്റ റമളാൻ, ഞാൻ റമളാനിൽ നോമ്പെടുക്കാറുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, മൻ മാത അലാ ഹാദാ, ഏതെങ്കിലും ഒരാൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് മരിച്ചാൽ, കാന മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ അവരുണ്ടാകും. മാലം യഉഖ വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ബാലപാഠം മുതൽ നാം ശ്രദ്ധിച്ചു പോരുക എന്നത് നമ്മെ പ്രവാചകൻ്റെ കൂടെ എത്തിക്കുന്ന ഘടകമാണ്. സുജൂദുകൾ അധികരിപ്പിക്കൽ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ ഒപ്പമെത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. സുജൂദുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ്. നോക്കൂ നിങ്ങൾ, റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞില്ലേ, പ്രവാചകൻ സൽ, ചോദിച്ചോളൂ എന്ന് ഒരവസരം കൊടുത്തപ്പോൾ, അസ്അലുക ബിമുറാഫഖതക ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്കുണ്ടാകണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്, മറ്റെന്തെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതാണ് വേണ്ടത് എന്ന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നീ എന്നെ സഹായിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്, അവിടുത്തേക്ക് ഗുണത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രവാചകൻ്റെ കൂടെ എത്താൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഔലന്നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ അക്സറുഹും അലയ്യ സ്വലാത്ത, എൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും, എനിക്ക് വേണ്ടി, ഗുണത്തിനു വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർ പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഭൗതിക വിഷയങ്ങളെക്കാളും, നമ്മുടെ കച്ചവടത്തെക്കാളും, നമ്മുടെ കുടുംബത്തെക്കാളും, നമ്മുടെ ഭാര്യ സന്താനങ്ങളെക്കാളും, നമ്മുടെ ഭർത്താവിനേക്കാളും, നമ്മുടെ ഭൗതിക സുഖ സൗകര്യങ്ങളെക്കാളും
അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ, പ്രവാചകനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സ്വർഗമുണ്ട്. ഇല്ലെങ്കിൽ വലിയ ഫിത്നകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നാണ്. സ്വഹാബത്ത് സ്വദേഹങ്ങളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരായിരുന്നു. ഏത് കാര്യത്തിലും അവർ പ്രവാചകൻ്റെ കൂടെ നിന്ന് ധൈര്യം പകർന്നു. ഇസ്ലാമിക ലോകത്ത് നടന്ന ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം, മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ഹദീസിൽ നമുക്ക് കാണാം. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അമർതന അൻ നുഖിലഹാ അൽ ബഹ്റ ലഅഖ്ലനാഹാ, ആർത്തിരമ്പുന്ന കടലിൻ്റെ തിരമാലകൾക്കിടയിലേക്ക് എടുത്തു ചാടാൻ താങ്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന നിലക്ക്, ഞങ്ങളുടെ നേതാവെന്ന നിലക്ക് അനുസരിക്കുന്ന അനുയായികളായി താങ്കൾക്ക് ഞങ്ങളെ കാണാൻ പറ്റും. വലൗ അമർതന അൻ നദ്രിബ അക്ബാദന ഇലാ ബർഖിൽ ഖിമാദ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ, മണൽക്കെട്ടുകൾ നിറഞ്ഞ, നടക്കാൻ പ്രയാസമുള്ള ബർഖുൽ ഖിമാദിലേക്ക് നടന്നു വരണമെന്ന് പറഞ്ഞാൽ റസൂലേ, ഒരു മടിയും കൂടാതെ ഞങ്ങൾ താങ്കളോടൊപ്പം വരും. മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറഞ്ഞതുപോലെ, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹഉനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞ ധിക്കാരികളായി ഞങ്ങളെ കാണുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം പകരുകയാണ്. ഉഹുദിൻ്റെ ദിവസം മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ നബിയല്ലാഹ് ബി അബി അൻത വ ഉമ്മി, അല്ലാഹുവേ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉപ്പയും ഉമ്മയും താങ്കൾക്ക് പകരം നൽകാം. താങ്കളുടെ നേരെ വരുന്ന ഒരു അമ്പും എൻ്റെ നെഞ്ചിൽ തറച്ചല്ലാതെ താങ്കൾ നെഞ്ചിലേക്ക് വരില്ല എന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു അവരെങ്കിൽ എങ്ങനെയായിരുന്നു അവർ പ്രവാചകനെ സ്നേഹിച്ചത്? പ്രവാചകൻ്റെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട്. ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, നിങ്ങളോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ എന്തൊക്കെ കൊണ്ടുവരുന്നോ അവയെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹൂ, അല്ലാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നാണ്. പക്ഷേ ഇന്ന് പലരും പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രവാചകൻ്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടാണ്, ശിർക്കൻ ആശയങ്ങൾ പാടിക്കൊണ്ടാണ്, അന്യമതസ്ഥരുടെ ആഘോഷങ്ങളെ കടമെടുത്തുകൊണ്ടാണ്, അവരോട് സാദൃശ്യം പുലർത്തിക്കൊണ്ടാണ്, കൊടിതോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴിതടസ്സങ്ങൾ സൃഷ്ടിക്കുമാറ് റാലികൾ നടത്തിയുമൊക്കെ പറയുന്നു പ്രവാചകനോടുള്ള സ്നേഹമാണെന്ന്. പ്രവാചക സ്നേഹമെന്ന പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർ അറിയുക, ജന്മദിനം ആഘോഷിക്കാത്തവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണെങ്കിൽ അവർ പറയുന്നത് ഈ ഉമ്മത്തിൽ പ്രവാചകൻ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നു എന്നാണ്. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനാകുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിക്കുക വഴി ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമ എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ്. പ്രവാചകൻ്റെ പ്രിയമരുമകൻ അലി റളിയല്ലാഹു അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ്. പ്രവാചകൻ്റെ ഭാര്യമാരായ ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മമാർ, അവർക്കൊന്നും പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം അവരാരും ഇങ്ങനത്തെ ഒരു ആഘോഷത്തെക്കുറിച്ച് കേട്ടിട്ടുപോലുമില്ല, അറിഞ്ഞിട്ടുപോലുമില്ല എന്നതാണ് വാസ്തവം. സഹോദരങ്ങളെ, ഇത് ആഘോഷിക്കുന്നവർ പോലും സമ്മതിക്കുന്നു ഹിജറ 300 ശേഷം വന്നതാണ് എന്ന്. ഇത് അസ്ലു അമലിൽ മൗലിദി ബിദ്അ, ഇതിൻ്റെ അടിസ്ഥാനം തന്നെയും പുത്തനാചാരമാണ് എന്ന് അവർ തന്നെയും സമ്മതിക്കുന്നു. അഹ്ദസഹാ അൽ അക്കാലൂൻ അൽ ബത്താലൂൻ, ഇത് ഉണ്ടാക്കിയെടുത്തത് തീറ്റക്കൊതിയന്മാരും നിരർത്ഥകവാദികളുമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. എന്നാലും പ്രവാചകൻ ചെയ്തിട്ടില്ലെങ്കിലും, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിലും, താബിഉകൾ ചെയ്തിട്ടില്ലെങ്കിലും, തബഉ താബിഉകൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രവാചകനോട് സ്നേഹം വേണ്ടേ എന്നാണെങ്കിൽ ആ രൂപത്തിൽ അവരാരും ചെയ്യാത്ത ഒന്നുകൊണ്ടും നാം പ്രവാചകനെ സ്നേഹിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. നോക്കൂ, അബൂ സുഫിയാൻ പോലും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചവരോട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്ത് അശദ്ദ ഹുബ്ബൻ ലിസ്വാഹിബിഹിം മിൻ അസ്ഹാബി മുഹമ്മദിൻ ലഹു.
ഒരു ആളെയും ഞാൻ കണ്ടിട്ടില്ല പ്രവാചകനോട് പ്രവാചകൻ്റെ അനുചരന്മാർ കാണിക്കുന്നത്ര സ്നേഹം ആരെങ്കിലും ആരോടെങ്കിലും കാണിക്കുന്നതായി. പ്രവാചകൻ്റെ അനുചരന്മാർ പ്രവാചകനോട് സ്നേഹം കാണിക്കുന്ന അത്ര സ്നേഹം കാണിക്കുന്ന ഒരു നേതാവിനെയും ഒരു അനുയായിയെയും എനിക്കറിയില്ല എന്ന് മുസ്ലിമാകുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ, പിന്നീട് റളിയല്ലാഹു അൻഹു എന്ന് നാം പറയുന്ന സ്വഹാബിയായി മാറിയ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അത്രയും സ്നേഹം കാണിച്ച അവരാരും ദീനായി കണ്ടിട്ടില്ലാത്ത ഒന്നും ഇന്നും ദീനാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു റഹ്മഹുല്ലാ ഓതുകയാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാ ഈ ആയത്തോതിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, അന്നേ ദിവസം ദീനാകാത്ത ഒന്നും ലാ യകൂനുൽ യൗമ ദീനാ, ഇന്നും ദീനാവുകയില്ല. കാരണം അന്ന് ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നകറ്റുന്ന മുഴുവൻ തിന്മകളും, ഏത് തിന്മകളാ ഉപേക്ഷിക്കേണ്ടത്, ഏത് നന്മകളാ ചെയ്യേണ്ടത്, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അന്നില്ലാത്ത ഒന്നും ഇന്നും ദീനാവുകയില്ല. വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ, ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറ എന്തുകൊണ്ടൊന്ന് നന്നായോ അതുകൊണ്ടല്ലാതെ ഇതിൻ്റെ ഈ തലമുറയും നന്നാവുകയില്ല എന്ന് ഇമാം മാലിക് റഹ്മഹുല്ല പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാചാരം കൊണ്ടുവന്നു, യറാഹ ഹസന, നല്ലതല്ലേ എന്നാ പറയുന്നത്, ദിക്റുകൾ ചൊല്ലലല്ലേ, പ്രവാചകനെ പുകഴ്ത്തി പറയലല്ലേ, സ്വലാത്ത് ചൊല്ലലല്ലേ, ഖുർആൻ ഓതലല്ലേ, സ്നേഹം പ്രകടിപ്പിക്കലല്ലേ, ദാനധർമ്മം ചെയ്യലല്ലേ, ഭക്ഷണം വിതരണം ചെയ്യലല്ലേ, യറാഹ ഹസന, നന്മയല്ലേ എന്ന് കണ്ടുകൊണ്ട് ദീനിലില്ലാത്തതാരെങ്കിലും കൊണ്ടുവന്നാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന നടത്തിയെന്ന് പറയുന്നതിന് തുല്യമാണ്. റസൂലുള്ള പഠിപ്പിക്കാത്തത് നന്മയാണ് എന്നൊരാൾ പറഞ്ഞാൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഇമാം മാലിക് റഹ്മഹുല്ല പറയുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്നതും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയുന്നതും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധവും ഇസ്ലാമിക ആദർശത്തിന് എതിരാകാത്തതുമായിരിക്കണമെന്നു മാത്രം. എന്നാൽ ഇന്ന് നാം കാണുന്നത് എന്താണ്? അമിതമായി പുകഴ്ത്തുകയാണ്, അതിരുവിട്ട് പ്രശംസിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് യോജിക്കാത്ത വിശേഷണങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് നോക്കൂ നിങ്ങൾ, ലാ തുത്രൂനി കമാ അത്തറത്തുൻ നസ്വാറ ഈസ ഇബ്നു മറിയം, ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പൊക്കിപ്പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ലേ. ഫഇന്ന അന അബ്ദു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ്, വറസൂലു, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഫഖൂലു അബ്ദുല്ലാഹ് വറസൂലു, നിങ്ങൾ അബ്ദുല്ലാ എന്ന് എന്നെ വിളിക്കൂ, അള്ളാഹുവിൻ്റെ അടിമ എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറയൂ, റസൂൽ എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ജന്മദിനം ആഘോഷിക്കുന്നവർ അതിൻ്റെ പേരിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം തന്നെയും സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന്. ലൗലാക ലമാ ഖലഖ്തൽ അഫ്ലാഖ്, റസൂൽ അങ്ങില്ലായിരുന്നുവെങ്കിൽ ലോകം പടക്കുമായിരുന്നില്ല എന്ന ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാത്ത വാചകങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം സൃഷ്ടിച്ചത് പ്രവാചകൻ്റെ പ്രകാശത്തെയാണ് എന്ന ഒരിക്കലും എവിടെയും പ്രമാണമില്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. ജനിച്ചപ്പോൾ പലതും സംഭവിച്ചു എന്ന് ഇല്ലാ കഥകൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ്. പ്രവാചകൻ്റെ മലവും മൂത്രവും പോലും നജസല്ല എന്നും ശുദ്ധമാണ് എന്നും പ്രചരിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, കുൽ നബി, അങ്ങ് ജനങ്ങളോട് പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. യൂഹാ ഇലയ്യ, നിങ്ങൾക്ക് വഹി കിട്ടുന്നില്ല, എനിക്ക് വഹി കിട്ടും. വഹി കിട്ടുന്നൊരു പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നർത്ഥം. ചില ആളുകളൊക്കെ സലാം പറഞ്ഞയക്കുകയാണ്. ഉംറക്ക് പോകുന്നവരോട്, ഹജ്ജിന് പോകുന്നവരോട് എൻ്റെ സലാം പ്രവാചകനോട് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് എത്തിക്കുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ഏർപ്പാട്, പ്രത്യേകം ഒരു സലാം പറഞ്ഞയക്കൽ, അതൊന്നും ഇസ്ലാമിൽ തെളിവില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുകയാണ്. അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനായ അള്ളാഹുവിൻ്റെ വിശേഷണം പ്രവാചകന് വെച്ചു കൊടുക്കുന്ന വരികൾ പാടിപ്പുകഴ്ത്തി പറയുന്നത് ഇത്തരം ആഘോഷങ്ങളുടെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യമറിയുമെന്ന് പറയുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, നാളത്തെ കാര്യങ്ങൾ അറിയുന്നൊരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടിപ്പറഞ്ഞവളെ തിരുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് മതത്തിൽ അതിരി കവിയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിൽ അതിരി കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത് അൽ ഗുലൂ ഫിദ്ദീൻ, മതത്തിൽ അതിരി കവിയലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകനാണ് വഴി കാണിക്കുന്നത് എന്നും മാർഗദർശനം നൽകുന്നത് എന്നും ഹിദായത്ത് നൽകുന്നത് എന്നുപോലും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ നാം കാണുന്നു. അതുമാത്രമല്ല, അന്യമതങ്ങളോടുള്ള അവരുടെ ആഘോഷങ്ങളോടുള്ള ആചാരങ്ങളോടുള്ള സാദൃശ്യം പുലർത്തൽ കൂടിയാണ് ഈ ജന്മദിനത്തിൻ്റെ പേരിലുള്ള ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, നിങ്ങൾ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവനും അവരിൽ പെട്ടവനാണ് എന്നാണ്. അവരിൽ നാം പെട്ടുകൂടാ, മുഅ്മിനീങ്ങളിൽ നാം പെടണം. പ്രവാചകൻ്റെ കൂടെ നമുക്കൊരു സ്ഥാനമുണ്ടാകണം, ഒരു ഇടം ലഭിക്കണം. അതിന് പ്രവാചകനെ സ്നേഹിക്കണം, സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിയായി സ്നേഹിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നും സ്വഹാബത്ത് വളരെയധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു എന്നും അവർ എങ്ങനെയാണോ തിരുദൂതരെ സ്നേഹിച്ചത് അപ്രകാരമാണ് നമ്മളും അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നും പ്രവാചക സ്നേഹമെന്ന പേരിൽ ജന്മദിനം ആഘോഷിക്കൽ ഇസ്ലാമിൽ മാതൃകയില്ലാത്തതാണ് എന്നും അത് ഹിജറ 300 ശേഷം വന്നതാണ് എന്നും മാത്രവുമല്ല അതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ശിർക്കൻ വരികളും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്ന വാക്കുകളും ഇല്ലാ കഥകളുമാണ് എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് സാദൃശ്യം പുലർത്തുന്നവർ അവരിൽപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരിൽ പോലും നാം കണ്ടുവരുന്ന ഒന്നാണ് അന്യമതസ്ഥരുടെ ചില ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന അവസ്ഥ. ഇസ്ലാം ഇതര മതവിഭാഗങ്ങളോട് സ്നേഹത്തോടെ വർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൻ്റെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചപ്പോൾ അവിടെ അയൽവാസിയുടെ മതമോ ജാതിയോ നോക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല. തൻ്റെ മാതാവ് മുസ്ലിം അല്ലെന്നും എനിക്കവരോട് നന്മ ചെയ്ത് നന്മയിൽ വർത്തിക്കാമോ എന്നും ചോദിച്ചു വന്ന സ്വഹാബി വനിതയോട് നിൻ്റെ ഉമ്മയോട് ഇസ്ലാമിയിൽ ഇല്ലാത്ത ഉമ്മയാണെങ്കിലും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചക വചനങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തൻ്റെ കുടുംബ ബന്ധമുള്ളവരോട്, അയൽപ്പക്ക ബന്ധമുള്ളവരോട് ജാതിയും മതവും നോക്കാതെ മനുഷ്യ സൗഹാർദ്ദം എന്ന നിലക്കുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോഴും മതസൗഹാർദ്ദമല്ല ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്, മതലയനമല്ല ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദർശങ്ങൾ പരസ്പരം രാജിയാകുന്ന അവസ്ഥ ഇസ്ലാം പഠിപ്പിക്കുന്നേയില്ല. ഈ സൗഹൃദത്തിൻ്റെ പേരിൽ അവിശ്വാസത്തിൻ്റെയും
അന്ധവിശ്വാസത്തിൻ്റെയും ബഹുദൈവാരാധനയുടെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത ആഘോഷങ്ങളിൽ പങ്കുചേരുക എന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും ഭൂഷണമല്ല സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് അത്തരം ആഘോഷങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്, അത്തരം മതവിഭാഗങ്ങളെക്കാളും ആവേശത്തോടെ, ഉന്മേഷത്തോടെ, താല്പര്യത്തോടെ അതിൽ ചെന്ന് ചാടുന്നത്, തുള്ളുന്നത്, ആടുന്നത്, പാടുന്നത് മുസ്ലിമാണ്, മുസ്ലിം നാമധാരികളാണ് എന്നത് നമ്മെ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അവർ അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി, അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന അതേ വസ്ത്രധാരണം സ്വീകരിക്കുന്നു, അതേ അനുഷ്ഠാന മുറകൾ പ്രവർത്തിക്കുന്നു. സഹോദരങ്ങളെ, അത്തരക്കാർ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂനെങ്കിലും അർത്ഥസഹിതം ആശയം ഉൾക്കൊണ്ട് പഠിക്കണമെന്നേ നമുക്ക് സൂചിപ്പിക്കാനുള്ളൂ. മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല വിശദീകരിച്ച വിശദീകരണമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. ആദർശങ്ങൾ പരസ്പരം രാജിയാകുന്ന പ്രശ്നമില്ല. ചിലർ വന്നുകൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ ആരാധ്യന്മാരെ നീ ആരാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ആരാധ്യന്മാരുടെ അരികിലൂടെ പോകുമ്പോൾ ഒന്ന് ബഹുമാനമെങ്കിലും കാണിക്കണം. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെടുന്നത്. എനിക്കെൻ്റെ റബ്ബിനെയല്ലാതെ ആരാധിക്കാനാകില്ല എന്ന തൗഹീദിൻ്റെ ഉറക്കെയുള്ള പ്രഖ്യാപനം, ശിർക്കിനോട് ഒരൽപ്പം പോലും രാജിയാവുക സാധ്യമല്ല എന്ന പ്രഖ്യാപനം. എന്നിട്ട് ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഒരു ആഘോഷത്തിന് ആശംസകൾ നേരുന്ന, അതേ രൂപം സ്വീകരിക്കുന്ന, അതേ രീതി സ്വീകരിക്കുന്ന ആളുകളെ നാം കാണുന്നു. ഖുർആൻ പറഞ്ഞു, വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദൂ, നിന്റെ ശത്രുക്കൾ, ഇസ്ലാമികേതര മതവിഭാഗങ്ങൾ, അവർ ആഗ്രഹിച്ചു പോകുന്നു, ലൗ തുദ്ഹിനു, ഒന്ന് അയഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ, ഫയുദ്ഹിനൂൻ, എങ്കിൽ അവരും അയഞ്ഞു തരുമായിരുന്നു. ഒന്ന് മയത്തിൽ നിന്നാൽ അവരും മയപ്പെട്ടു വരുമായിരുന്നു. പക്ഷേ ദീനിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മയമില്ല, ദീനിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു അയവില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലമിൻ്റെ 9-ാമത്തെ വചനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇനി ഏത് ആഘോഷത്തിൻ്റെ ഭാഗമാണെങ്കിലും, ഏത് ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിലും, അതിൻ്റെ ഒന്നും ഭാഗമല്ലെങ്കിലും ഇസ്ലാം ഹറാമാക്കിയ മ്യൂസിക്കുകളിട്ട് ആണും പെണ്ണും ഇടകലർന്ന് ആടുന്ന, ചാടുന്ന, ഡാൻസ് കളിക്കുന്ന രൂപം മുസ്ലിമെ നമുക്ക് അനുവദനീയമാണോ? നമുക്ക് മരിക്കണ്ടേ? നമുക്ക് ഖബറിൽ പോയി കിടക്കണ്ടേ? നമുക്ക് ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമില്ലേ? അവിടെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വിധേയരാകണ്ടേ? നമ്മുടെ അമലുകൾ മീസാനിൽ വെച്ച് തൂക്കി നോക്കില്ലേ? നമുക്ക് വേണ്ടി സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ? ആ വിശാലമായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണ്ടേ? ഭീകരമായ, ഭയാനകമായ, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? ആണ് എന്നാണ് ഉത്തരമെങ്കിൽ നമുക്ക് ചില നിലപാടുകൾ വേണം, ആദർശത്തിലുള്ള കണിശത വേണം, മതത്തിലുള്ള കർക്കശം നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് മതലയനം, മറ്റു ആഘോഷങ്ങളോട് സാദൃശ്യം പുലർത്തി ഉള്ള അവസ്ഥകൾ വിശ്വാസികളെ നമുക്ക് പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക, കാര്യങ്ങൾ ഉൾക്കൊള്ളുക, മുവഹിദുകളായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറാൻ നാം തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.